Unacademy. Let's crack it. Hi dear students, ബയോളജിയിൽ കഴിഞ്ഞ വർഷത്തെ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ശതമാനം ക്വസ്റ്റ്യൻസുകൾ, അതായത് എബോവ് 50% അല്ലെങ്കിൽ 60% ക്വസ്റ്റ്യൻസ് എല്ലാം മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത അത് ഒരുപാട് കാരണങ്ങളെ കൊണ്ട് തന്നെ തെറ്റാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഈ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണമാണ് ഒരുപാട് കുട്ടികൾക്ക് അവർ വിചാരിച്ച അല്ലെങ്കിൽ അവർ എക്സ്പെക്റ്റ് ചെയ്തിരുന്ന ബയോളജി മാർക്ക് എത്രയായിരുന്നോ അത്രമാത്രം മാർക്ക് അവർക്ക് കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ മീഡിയം ലെവൽ, അതായത് നമ്മൾക്ക് കൂടുതൽ തെറ്റ് പറ്റാൻ സാധ്യതയുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യണം? 3 കാരണങ്ങൾ കൊണ്ടാണ് ഒരുപാട് കുട്ടികൾക്ക് മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 60% ബയോളജി പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് തെറ്റിപ്പോകുന്നത്. അതിൻ്റെ ഫസ്റ്റ് റീസൺ എന്ന് പറയുന്നത് ലാക്ക് ഓഫ് പ്രോപ്പർ തിയറിയാണ്. നമുക്ക് വേണ്ടത്ര തിയറി സ്ട്രോങ് അല്ലാത്തതിൻ്റെ കാരണങ്ങളാണ് ഈ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻസ് തെറ്റുന്നതിൻ്റെ ഒരു പ്രധാന റീസൺ. അപ്പോൾ നിങ്ങൾ നോക്കുക, എൻ്റെ പ്രോബ്ലം ഈ തിയറി കൃത്യമായി മനസ്സിലാക്കാത്തതാണോ എന്നുള്ളത് നിങ്ങൾ സ്വയം പരിശോധിക്കുക. രണ്ടാമത്തെ മറ്റൊരു കാരണം പ്രോപ്പർ റിവിഷൻ ഇല്ല. പല കുട്ടികൾക്കും അവർ വായിച്ചതും റിവൈസ് ചെയ്തതുമായിട്ടുള്ള ചാപ്റ്റേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. എത്രമാത്രം ചെയ്യാൻ പറ്റുമോ അത്രമാത്രം പ്രോപ്പറായിട്ട് നിങ്ങൾ റിവൈസ് ചെയ്യുന്ന ഒരു പ്രവണത നിങ്ങൾ വളർത്തിയെടുക്കണം. മൂന്നാമത്തെ ഒരു റീസൺ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ലാക്ക് ഓഫ് ഡൂയിങ് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്. ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം വളരെ കുറവാണ്. പല കുട്ടികളും പ്രോപ്പറായിട്ട് ക്വസ്റ്റ്യൻ MCQs ചെയ്യാറില്ല. പല കുട്ടികളും അവർ എക്സാമിനേഷൻ ഹാളിലാണ് ബയോളജി ക്വസ്റ്റ്യൻസിനെ നേരിട്ട് കൃത്യമായി കാണുന്നത്. അത്തരത്തിലുള്ള ഒരു അവസ്ഥ ഒരു കാരണവശാലും ഉണ്ടാകരുത്. അത് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് അറിയുന്ന കോൺസെപ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കഴിയണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന്റെ എണ്ണം, നിങ്ങൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. നല്ല NCERT ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്യുക. പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ നിങ്ങൾ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് അവ്യക്തമായി പോകുന്ന തിയറി എല്ലാം തന്നെ ക്ലിയർ ആക്കി വെക്കുക. ഈ 3 കാരണങ്ങളാണ് പലപ്പോഴായിട്ട് കുട്ടികൾക്ക് വിചാരിച്ച ബയോളജി മാർക്ക് കിട്ടാതിരിക്കാനുള്ള ഒരു 3 കാരണങ്ങളിൽ ഒന്ന്. അപ്പോൾ നിങ്ങൾക്ക് പറ്റിയ തെറ്റ് അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന തെറ്റ് ഏതിലാണ്, അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ എൻ്റെ പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ ഫോളോ ചെയ്യാത്തത് ഇതിലേത് റീസൺ ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു റീസൺ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ റെക്ടിഫൈ ചെയ്ത് നിങ്ങളുടെ പ്രിപ്പറേഷൻ ഏറ്റവും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓൾ ദി ബെസ്റ്റ്. Unacademy. Let's crack it.